BDS കോഴ്സിന് ബഡ്ജറ്റ് ബുദ്ധിമുട്ടുള്ള കുറേ ആളുകളുണ്ട്. നമ്മുടെ കേരളത്തിലെ ട്യൂഷൻ ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് ഓപ്ഷൻസ് ഉള്ളത്, സ്കോളർഷിപ്പ് ഓപ്ഷൻസ് ഉണ്ടോ, അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതെ, BDSനെ സംബന്ധിച്ച് കേരളത്തിലെ ഗവൺമെൻറ് ഫീ എല്ലാവർക്കും അറിയായിരിക്കും. അറൗണ്ട് 3,30,000 വരുന്നുണ്ട്. അതുകൂടാതെ സ്പെഷ്യൽ ഫീസ് ഫസ്റ്റ് ഇയറിൽ 55,000 സംതിങ് വരുന്നുണ്ട്. സെക്കൻഡ് ഇയർ തൊട്ട് ഫൈനൽ ഇയർ വരെ അറൗണ്ട് 35,000 വരുന്നുണ്ട്. പിന്നെ ബുക്സ്, മെറ്റീരിയൽസ്, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം കൂടെ കൂട്ടി എങ്ങനെ പോയാലും നിങ്ങൾക്ക് കേരളത്തിലൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് പഠിക്കാനായിട്ട് മാക്സിമം ഒരു 5 to 5.5 ലാക്ക് വരെ വരുന്നുണ്ട്. അപ്പം നമ്മളെ വിളിക്കുന്ന കൂടുതൽ പേരും ഒരു ബഡ്ജറ്റിൽ കൺസേൺ ആയിട്ടുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട്. ഈ ഒരു അറൗണ്ട് ഒരു 25 ലാക്കൊക്കെ ആവും പഠിച്ചിറങ്ങാനായിട്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെ ഹെൽപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതെ, ആദ്യമായിട്ട് പറഞ്ഞാൽ സ്കോളർഷിപ്സ് കൊടുക്കുന്ന കോളേജ് ഉണ്ട് നമ്മൾ കേരളത്തിൽ തന്നെ. അതെ, ടോപ്പ് ക്വാളിറ്റിയിലുള്ള സ്കോളർഷിപ്സ് അവൈൽ ചെയ്യാൻ പറ്റുന്ന കോളേജസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു മിനിമം ഒരു 1 to 2 lakhs ലാഭിക്കാൻ പറ്റുന്ന കോളേജസ് ഉണ്ട്. അതായത് നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്കും കേരളത്തിൽ ഈ പറയുന്ന നോർമൽ ഫീയിലും താഴെ അല്ലേ, അറൗണ്ട് ഒരു 50% വരെ അല്ലേ സ്കോളർഷിപ്പ് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള കോളേജസ് ഉണ്ട്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെ, 50% സ്കോളർഷിപ്പിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതെ, അപ്പോൾ ഫീസ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-12 ലക്ഷത്തിന് കേരളത്തിൽ ഇപ്പോഴും പഠിച്ചിറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഓപ്ഷൻ ഉണ്ട്. അതെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്കും. കർണാടക BDSന് ഈ പറയുന്ന ട്യൂഷൻ ഫീസ് മാത്രം 13 lakhs 12 lakhs. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, 12 lakhs. അവിടെ എല്ലാം ഹിഡൻ ഫീസസ് ഉണ്ട്. കേരളത്തിൽ ഒരു കോളേജിലും ഹിഡൻ ഫീസസ് ഇല്ല. ഈ പറയുന്ന എല്ലാ ഫീസും ഫിക്സ് ചെയ്ത് കൊടുത്തേണ്ട ഗവൺമെൻറ് ആണ്. അതെ, ഇപ്പോഴും കേരളത്തിൽ ഇത്രയും ബഡ്ജറ്റ് മുടക്കണ്ടെന്ന് വിചാരിച്ച് കർണാടകത്തിൽ പോയി പെടുന്ന ഒത്തിരി പേരുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് കർണാടകത്തിൽ ഒരു ലോ ബഡ്ജറ്റ് കോളേജ് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. പേഷ്യൻസ് കുറവായിരിക്കാം, അക്കാഡമിക്സിൽ ഇഷ്യൂസ് ഉണ്ടാവാം, റാഗിങ് ഇഷ്യൂസ് ഉണ്ടാവാം, അങ്ങനെ പല പല ഇഷ്യൂസ് ഉണ്ട് അല്ലേ. കർണാടകത്തിലെ സ്റ്റേറ്റിലെ സ്റ്റുഡൻസിന് എടുക്കാവുന്ന കോളേജ് കഴിഞ്ഞിട്ടാണ് അവിടെയുള്ള B ഗ്രേഡ് കോളേജാണ് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്നത്. ആ എല്ലാ B ഗ്രേഡ് കോളേജിനേക്കാളും ക്വാളിറ്റി കേരളത്തിലെ എല്ലാ കോളേജിനും ഉണ്ട്. ഇനി കേരളത്തിന് വെളിയിൽ ക്വാളിറ്റി നോക്കി പോകാനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന AB ഷെട്ടിയോ അല്ലെങ്കിൽ അതുപോലെ ടോപ്പ് ലെവൽ കോളേജിലേക്ക് പോകാം. അവിടെ ഒരു 7-8 ലക്ഷം രൂപ മിനിമം ഫീസ് വരുന്നുണ്ട്. മാത്രമല്ല ഒരു മിനിമം കട്ട് ഓഫും വേണം അതിന്. അതെ അതെ അതെ, നിങ്ങൾ പാക്കേജ് ലാഭിച്ച് പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ കർണാടക, തമിഴ്നാട് ചൂസ് ചെയ്യുന്നതിനേക്കാളും കേരളത്തിൽ അതിന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതിനേക്കാളും നല്ല കോളേജ് കിട്ടും. പിന്നെ ഇതൊരു ഇൻട്രാക്റ്റീവ് കോഴ്സാണ്. നമ്മൾ പേഷ്യൻ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അതിനൊക്കെ നമ്മുടെ ലാംഗ്വേജ് ആകുന്നതായിരിക്കും എപ്പോഴും കംഫർട്ടബിൾ. പിന്നെ കേരളത്തിൽ ഏറ്റവും പേഷ്യൻ്റ് കുറവുള്ള കോളേജിൽ പോലും അവിടത്തിനേക്കാളും പേഷ്യൻ്റ് കൂടുതലുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. കേരളത്തിലെ ഡെൻ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മറ്റേത് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്താലും എബോ ആവറേജ് ഉണ്ട്. അത് ഏറ്റവും താഴെയുള്ള കോളേജ് എടുത്താലും അല്ലേ. അപ്പോൾ ക്വാളിറ്റി ആയിട്ട് ഇപ്പം നമുക്കിപ്പം ഈ മംഗലാപുരത്തിനൊക്കെ അടുത്തൊക്കെ ഒത്തിരി കുട്ടികൾ പോകുന്ന കോളേജുകളുണ്ട്. ഇപ്പോൾ KVG സുള്ളി അങ്ങനെയുള്ള അതിനേക്കാളൊക്കെ എത്രയോ ഫാർ ബെറ്ററാണ് നമ്മുടെ ഇവിടെ കണ്ണൂർ, കാസർഗോഡ് ആ സൈഡിലേക്കുള്ള കോളേജ്. അവിടെയൊക്കെ നമുക്ക് ആക്ച്വലി നമ്മളെ വിളിക്കുന്നവർക്ക് ഫീ നെഗോഷിയേഷൻ ഉറപ്പായിട്ടും ചെയ്തു. അത് മാത്രമല്ല, ആക്ച്വലി ഇവർ പറയുന്ന ഫീസ് അല്ല എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ട്യൂഷൻ ഫീസ് മാത്രമാണ് കർണാടകത്തിലെ പറയുന്നത്. അത് കൂടാനുള്ള ഒത്തിരി ഹിഡൻ ഫീസസ് ഉണ്ട്. കേരളത്തിൽ ഒരു കോളേജിൽ ഈ പറഞ്ഞ ഹിഡൻ ഫീസസ് ഗവൺമെൻറ് അലോ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇവർക്ക് ഈ പറയുന്ന എന്താണ് എൻ്റയർലി ഇൻക്ലൂഡിങ് ഹോസ്റ്റലിന് വരെ കൃത്യ ഒരു ക്ലാരിറ്റി ഉണ്ടാവും നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്തതിന് മുമ്പ്. അതെ, ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു 2-2.25 ഉണ്ടെങ്കിൽ പോലും നമുക്ക് കേരളത്തിൽ സീറ്റ് എടുക്കാം. വർഷം ഒരു 2 ലക്ഷം രൂപ എങ്കിലും മുടക്കാനുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് എടുക്കാം. നിങ്ങൾക്ക് അതിനും ഓപ്ഷൻ ഇല്ല, നിങ്ങൾക്ക് BDS പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ, അവർക്കും നമുക്ക് ഓപ്ഷൻ കൊടുക്കാനുണ്ട് അല്ലേ. അതെ, നമുക്ക് ഒത്തിരി നോർത്തിലേക്ക് പോകാണ്ട് നമ്മുടെ ഛത്തീസ്ഗഡ് അല്ലെങ്കിൽ മധ്യപ്രദേശ് ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ഈ പറഞ്ഞൊരു ബിലോ 8 lakhs അല്ലെങ്കിൽ ഒരു 9 lakhsന് താഴെ ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സഫർ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിവിടുന്ന് ലൊക്കാലിറ്റിയൊക്കെ മാറി നിൽക്കേണ്ടി വരും, ഫുഡൊക്കെ അവിടുത്തെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എങ്കിലും ഈ പറഞ്ഞ 9 lakhs അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലേ അവിടുത്തെ ഗവൺമെൻറ് കൗൺസിലിംഗ് ത്രൂ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 9 lakhs താഴെ അല്ലെങ്കിൽ ബിലോ 10 lakhs ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷമൊക്കെ ഒരു 15 to 20 സ്റ്റുഡൻസ് പഠിക്കുന്ന കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊരു 12 ലക്ഷം വരെയെങ്കിലും ബഡ്ജറ്റുള്ളവർ നമ്മൾ കേരളത്തിൽ 12. അതെ അതെ അതെ, ഒരു 12 to 15 ഒക്കെ ഉണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ എടുക്കുമായിരിക്കും ബെറ്റർ. 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ലോൺ എടുത്ത് മാത്രം പോകാൻ പറ്റുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചൊക്കെ ഡെൻ്റൽ പഠിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്ന ഓപ്ഷൻസാണ് ഈ പറഞ്ഞ ഛത്തീസ്ഗഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മധ്യപ്രദേശോ. നമ്മൾ തന്നെ ഈ പറഞ്ഞൊരു മോർ ദാൻ 15 സ്റ്റുഡൻസ് ഈച്ച് കോളേജിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട കഴിഞ്ഞ വർഷം. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ BDSൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ BDSൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മളൊരു ഇൻഡിവിജ്വൽ വെബിനാർ നടത്തുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. കൗൺസിലിംഗ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.